ഹരി ഓം നമഃ ശിവായ. എല്ലാ സനാതന സാരഥികൾക്കും ശ്രീ ശങ്കര ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് ഈ എളിയവൻ്റെ വലിയ സ്വാഗതം, നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം ഹിന്ദുമതത്തിലെ ഒരുപാട് സംശയങ്ങൾ ഉളവാക്കുന്ന ഒരു വിഷയമാണ് പുലവാലായ്മ എന്നത്. ഒന്ന് രണ്ട് പേര് ചോദിക്കേണ്ടായി, ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ പുലവാലായ്മയുള്ളവർ വരരുത്, അപ്പോൾ പുലയും വാലായ്മയും തമ്മിൽ എന്താ വ്യത്യാസം എന്നൊക്കെ ഒന്ന് രണ്ട് പേര് ചോദിച്ചു. ഭൂരിഭാഗം പേർക്ക് ഇത് അറിയില്ല എന്നുള്ളൊരു സംശയം കൂടി എനിക്ക് തോന്നുന്നു. അപ്പോൾ അവർക്കൊക്കെ ഉള്ളൊരു സംശയ നിവാരണം കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ്. മരിച്ചിട്ട് ഉറ്റ ബന്ധുക്കൾ എടുക്കുന്ന ഒരു ആചാരമാണ് പുല എന്ന് പറയുന്നത്. ചില സ്ഥലങ്ങളിലെല്ലാം, അതായത് ഈ ബ്രാഹ്മണന്മാർ എന്ന് പറയുന്ന ആൾക്കാർ, അവർ 10-11 എടുക്കാറുള്ളൂ. ആ ഒരു സമ്പ്രദായമാണ് ഇപ്പോൾ ഏറെക്കുറെ കേരളത്തിലൊക്കെ ആയി തുടങ്ങിയിരിക്കുന്നത്. എന്നാൽ അത് അങ്ങനെയല്ല. ഓരോ ഗോത്രങ്ങൾക്കും വ്യത്യസ്തതയാണ് കണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ ഈഴവന് താഴെയുള്ള സകല ആൾക്കാരും, അതായത് അയിത്തമാചാരം മാറുമറയ്ക്കാൻ അനുവാദമില്ലാത്ത കൂട്ടരിലാണ് ഈഴവരും ഈഴവർക്ക് തൊട്ട് താഴെയുള്ളവരൊക്കെ. പണ്ട് കാലത്ത് ആ ഒരു ഗണത്തിൽപ്പെട്ട ആൾക്കാർക്ക് 16 പുല, 16 അടിയന്തിര പുല എന്ന് പറയും. ഇതൊക്കെ പിൻകാലങ്ങളിൽ ഇത് കഴിഞ്ഞിട്ടെങ്കിൽ ജോലിക്ക് പോകണം, അതുകൊണ്ട് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞ് 10-11 ആക്കി. അപ്പോൾ തിരുമേനിമാരാണെങ്കിൽ അതിനെ സപ്പോർട്ടും ചെയ്തു. അത് മതി എന്ന് പറയും. അതല്ല, ഓരോ ഗോത്രത്തിനും വ്യത്യസ്തതയുണ്ട്. എന്ന പോലെ തന്നെ നമ്മളുടെ ഗോത്രം, അതിനൊരു കോമൺ ആയിട്ട് ഒരു സമ്പ്രദായമുണ്ട്. അത് 16 അടിയന്തിരം എന്ന് പറയും. അതിൻ്റെ ഒരു അർത്ഥം എന്ന് വെച്ചാൽ 16 രാവ് കഴിയണം. അത് ചിലപ്പോൾ 15 രാവ് കഴിയുന്നതോടുകൂടി ആവാറുണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ അന്നേ ദിവസം തെളിച്ചുകുളിയൊക്കെ ചെയ്ത് 16-ാമത്തെ ദിവസം അടിയന്തരം ചെയ്യാം. അതല്ല, 16-ാമത്തെ ദിവസമാണ് ആ രാവ് കഴിയുന്നതെങ്കിൽ ആ 17-ാമത്തെ ദിവസമാണ് അടിയന്തരം ചെയ്യേണ്ടത്. ഇതിനെ ഷോഡശ പൂജാ വിധിപ്രകാരം എന്ന് പറയും. ഷോഡശ പൂജ 16 അംഗങ്ങൾ 16 ദിവസങ്ങളോടുകൂടി ഈ മൃതിയായിട്ടുള്ള ആളുടെ അംഗങ്ങളൊക്കെ ആവും എന്നാണ് വിശ്വാസം. അപ്പോൾ ആ 16 അംഗമാകുമ്പോൾ ഒരാത്മാവ് പൂർണ്ണനായി എന്ന് അദ്ദേഹത്തിൻ്റെ പുലാടിയന്തിരങ്ങളൊക്കെ കഴിച്ച് അദ്ദേഹത്തെ ഉദ്ദേശിച്ചിട്ട് ശുദ്ധിയായതിനു ശേഷം നമ്മൾ അടിയന്തിരം നടത്തുന്നു എന്ന് പറയണം. ഈ പുലയ അടിയന്തിരങ്ങൾ ചിലരൊക്കെ ഇപ്പോൾ 10-11 ആചരിച്ചു തുടങ്ങി. ചില സ്ഥലങ്ങളിലൊക്കെ 9 ആചരിച്ചു തുടങ്ങി. ഒരിക്കലും ആ ആചരണം അംഗീകരിക്കാവുന്നതല്ല. ആ പിതൃവിന് മോക്ഷഗതി വരുന്നതല്ല. നമ്മുടെ പിതൃക്കൾ മരിച്ചു പോയിട്ട് അവർക്കൊരു 16 ദിവസം അവർക്ക് വേണ്ടി നമ്മൾ ബുദ്ധിമുട്ടാൻ തയ്യാറല്ലെങ്കിൽ നമ്മൾ 16 ആണ്ട് വരെ കഷ്ടപ്പാടും ദുരിതം അനുഭവിക്കേണ്ടതായി വരും. ഈശ്വരനെ അല്ല നമ്മൾ ആരാധിക്കേണ്ടത്, നമ്മുടെ പിതൃക്കളെ ആ മോക്ഷഗതി വരുത്തിയതിന് ശേഷം ഈശ്വരനെ ആരാധിക്കണം. പിതൃശുദ്ധി ഇല്ലെങ്കിൽ ദേവന്റെ അനുഗ്രഹം നമ്മൾക്ക് വരില്ല. അപ്പോൾ ആ പിതൃക്കൾക്ക് വേണ്ടി ബുദ്ധിമുട്ടി അവരെ മോക്ഷഗതി വരുത്തി ദേവനെ ആരാധിക്കുക, ദേവനെ വിളിക്കുക. അപ്പോൾ ദേവൻ വിളി കേൾക്കും എന്ന് പറയണം. ആ 16 ദിവസം തന്നെ കഴിയണം. 7-നും 9-നും അല്ലെങ്കിൽ 5-നും
സഞ്ചയനങ്ങളൊക്കെ നടത്താം, അതിനൊന്നും കുഴപ്പമില്ല. അങ്ങനെ ചെയ്താൽ ആ ഉറ്റ ബന്ധുക്കൾക്ക് ഗുണങ്ങൾ ഏറി വരും. പിതൃശുദ്ധിയാണ് സുഖസൗഖ്യങ്ങളുടെ ആധാരം, ഒരു സംശയവും വേണ്ട. 15 ദിവസത്തെ മരണാനന്തര കർമ്മങ്ങൾ കഴിഞ്ഞ് 16ാമത്തെ ദിവസം അടിയന്തിരം, അതായത് 16 രാവ് കിട്ടണം എന്നർത്ഥം. ചിലർക്ക് മരണത്തിൻ്റെ ആ രാത്രിയാണെങ്കിൽ അത് കണക്കാക്കിയിട്ട് വേണമെങ്കിൽ 16-ന് അടിയന്തരം വരാം. അത് കണക്ക് കൂട്ടണം. 16 രാവാണ് പുലയുടെ കണക്ക്, ആ ഷോഡശ വിധി പ്രകാരമുള്ള കണക്ക്. അതുപോലെ തന്നെ 16 ദിവസം പിണ്ടം തന്നെ വെക്കണം എന്ന് പറയണം. ഇന്നിപ്പോൾ ആൾക്കാർക്ക് അതിനൊന്നും സമയമില്ല, എനിക്ക് ജോലിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൂട്ടബലിയിടുന്നൊരു സമ്പ്രദായം കാണുന്നുണ്ട്. അത് അത്രമാത്രം അംഗീകരിക്കാവുന്നത് ഒന്നല്ല. കാരണം നമ്മുടെ ജന്മം തന്ന പിതൃക്കൾക്ക് വേണ്ടി ഒരു 16 ദിവസം നമ്മൾ നാമം ജപിച്ചിരിക്കാൻ കഴിയില്ലെങ്കിൽ നമ്മൾക്ക് ഗതി വരില്ല, ഒരു സംശയം വേണ്ട. 16 രാത്രി കഴിയുന്നതോടുകൂടി നമ്മുടെ പുലകൾ വീടും. എന്നിട്ട് 17ാമത്തെ ദിവസം, അതായത് 16 രാത്രി കഴിഞ്ഞ് വരുന്ന ദിവസം സദ്യ നമ്മൾക്ക് അദ്ദേഹത്തിൻ്റെ പേരിൽ സദ്യ നടത്തണം എന്നാണ് അത് പറയണത്. ഇനി ഒരാൾ ചോദിക്കേണ്ടായി, വിളക്ക് കൊളുത്താമോ? നിങ്ങൾ തന്നെ നോക്കുക, നിങ്ങളുടെ വീടുകളിൽ ആരെങ്കിലുമൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ വയ്ക്കുന്നത് നിലവിളക്കാണ്. നിലവിളക്ക് കത്തിച്ചു വയ്ക്കണം. അപ്പോൾ നിലവിളക്കിന് അശുദ്ധി ബാധിക്കില്ല എന്ന ചുരുക്കം. മരിച്ച വീടുകളിൽ 16 ദിവസം വിളക്ക് കൊടുത്തരുത് എന്ന് പറയുന്നു. ശുദ്ധ അബദ്ധമാണ്. നിത്യം വിളക്ക് കൊളുത്തണം. നിത്യം വിളക്ക് കൊളുത്താത്ത വീടുകളിൽ ജ്യേഷ്ഠാ ഭഗവതി കുടിയിരിക്കും. അപ്പോൾ മരിച്ച വീടുകളിൽ, പുലയുള്ള വീടുകളിൽ വിളക്ക് കൊളുത്തുന്നത് കൊണ്ട് വിരോധമില്ല. പൂജാമുറി ഉണ്ടെങ്കിൽ കൊളുത്തരുത്, പൂജാമുറിയിൽ കടന്നു കൊളുത്തരുത്. നേരെ മറിച്ച് കുടുംബ വിളക്കായി കൊളുത്തുന്ന ആ വിളക്ക് ഒരു കാരണവശാലും നിർത്തരുത്, അത് കൊളുത്തന്നെ വേണം. മറ്റൊരു കാര്യം, ആ 16 ദിവസം നാമം ജപിക്കണം, ഭാഗവതം ജപിക്കണം, ഭഗവത്ഗീത വായിക്കണം, ഹരിനാമ കീർത്തനങ്ങൾ മുഴങ്ങണം. ആ സമയത്ത് ആ പുസ്തകം തൊടുന്നതുകൊണ്ടും ഒരു അശുദ്ധിയും ആ പുസ്തകങ്ങൾക്ക് ഇല്ല, ഒരു സംശയം അത് വേണ്ട. മഹാഗ്രന്ഥങ്ങൾക്ക് അശുദ്ധി ബാധകമല്ല. ചില വീടുകളിലൊക്കെ സപ്താഹം, ഈ 16 കഴിഞ്ഞാൽ സപ്താഹം തന്നെ നടത്തുന്നുണ്ട്. പുല വീടിക്കഴിഞ്ഞാൽ 16 കഴിഞ്ഞാൽ 7 ദിവസത്തെ സപ്താഹം തന്നെ നടത്തുന്നവരുണ്ട്. ആ ആത്മാവിന് മോക്ഷം കിട്ടിയാൽ മാത്രമേ മറ്റുള്ളവർക്ക് ഐശ്വര്യപൂർത്തികളും സമ്പത്തും സമൃദ്ധിയും ഏറി വരുള്ളൂ എന്നറിയാം. ഇത് ചെയ്യാത്തവരാരാണെങ്കിൽ ഒരു ഗതിക്കും മറുഗതി ഇല്ലാത്തവരാണ് ഇതിൻ്റെ പിന്നാലെ പോകാത്ത. ഉള്ളവർ അതിനൊക്കെ വളരെ സശ്രദ്ധം ആചരിച്ചു പോരുന്നുണ്ട് എന്നർത്ഥം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ഐശ്വര്യപൂർത്തികളൊക്കെ, ആയുരാരോഗ്യങ്ങളും ഒക്കെ ഉണ്ടാവുള്ളൂ. അപമൃത്യൊക്കെ നമ്മുടെ വീടുകളിൽ ഒന്നും ഉണ്ടാവില്ല എന്നർത്ഥം. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞത്, നമ്മളൊരു മരണം, അതായത് മരിച്ച് നമ്മുടെ വീടുകളിൽ ഒരാൾ മരിച്ചു, ഒരു 6 ദിവസത്തിനുള്ളിൽ മറ്റൊരാൾ മരിച്ചാൽ, അപ്പോൾ ആ ആദ്യം മരിച്ച ആളുടെ ആ 16 കണക്ക് തന്നെ എടുത്താൽ മതി. അതല്ല 6 ദിവസത്തിന് ശേഷമാണ് മറ്റൊരു മരണമെങ്കിൽ, 6 രാവിന് ശേഷമാണ് മറ്റൊരു മരണമെങ്കിൽ അവിടുന്ന് 10 ദിവസം കൂടി പുലാചരിക്കണം എന്ന് സാരം. അതാണ് അതിൻ്റെ ഒരു കണക്ക്.
ഇനി നമ്മൾ ഈ മരണ വാർത്ത അന്യദിക്കിലുള്ളവർ അറിഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ അല്ല, ഇന്നിപ്പോൾ ഫോണുള്ളത് കൊണ്ടൊക്കെ അറിയാൻ പറ്റും. അഥവാ നമ്മൾ അറിയാതെ അറിഞ്ഞാൽ അത് 10 ദിവസം പുല ആചരിക്കണം എന്നാണ് പറയണത്. ആ 10 ദിവസത്തിന് ശേഷമാണ് നമ്മൾ ഈ ഇതറിഞ്ഞതെങ്കിൽ 3 ദിവസം പുല ആചരിക്കണം. ആ കേട്ടത് അന്ന് മുതൽ പുല 3 ദിവസം ആചരിക്കണം. അതല്ല 1 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരാൾ മരിച്ചുപോയി എന്ന് നമ്മുടെ കാതിൽ കേൾക്കാൻ ഇടവന്നതെങ്കിൽ 1 ദിവസം പുല ആചരിക്കണം. നമ്മൾ ആ കേട്ട ദിവസം പുല ആചരിക്കണം. അതാണ് അതിൻ്റെ ഒരു വിധി. മറിച്ച് നമ്മൾ അത് ആചരിക്കാതിരുന്നാൽ, അറിഞ്ഞ പൊക്കം നമ്മൾ ആചരിക്കണം എന്നാണ് പറയണം. അത് ആചരിച്ചില്ലെങ്കിൽ നമ്മൾക്ക് ആ പിതൃവിൻ്റെ അനുഗ്രഹം നമ്മൾക്ക് കിട്ടില്ല എന്ന് പറയാം. ഇതൊക്കെ നമ്മൾ ഒരു വിശ്വാസമാണെന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അവർ നശിച്ച് നാറാണക്കല്ലാകുമ്പോൾ നമ്മുടെ അടുത്തേക്ക് വരും. അപ്പോൾ നോക്കുമ്പോൾ പിതൃശുദ്ധി ഇല്ലല്ലോ. പിതൃക്കൾക്ക് ശുദ്ധി ചെയ്തില്ലേ? ഇല്ല. അമ്പലത്തിൽ ഇല്ല. മഹാവിഷ്ണു സുദർശനം ചെയ്തോ? ഇല്ല. അപ്പോൾ വലിയൊരു സംഖ്യ തന്നെ അതിന് ചിലവാക്കേണ്ടതായി വരും. നേരെ മറിച്ച് ആ പുലാസമ്പ്രദായങ്ങൾ കറക്റ്റിൽ ആചരിച്ചു പോയാൽ, ആ മരണശേഷം ഭാഗവതം ഹരിനാമകീർത്തനങ്ങളൊക്കെ കേൾക്കാൻ ആ ആത്മാവ് ഇടവന്നാൽ ആ ദോഷങ്ങൾ നമ്മൾക്ക് ഏൽക്കില്ല എന്ന് പറയാം. ഇനി മറ്റൊരു വിശേഷം പറയുകയാണെങ്കിൽ, പല്ല് മുളയ്ക്കാത്ത കുട്ടി മരിക്കാൻ ഇടവന്നാൽ, അതിക്ക് മുൻപ് പല്ല് മുളയ്ക്കണേ മുൻപ് മരിച്ചാൽ അവർ ആ ഒറ്റ ദിവസത്തെ പുല മാത്രം ആചരിച്ചാൽ മതി. ആ കുട്ടിക്ക് 16 പുലയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. ഇതാണ് പുലാസമ്പ്രദായത്തിലെ വിശേഷം. ഇനി വാലായ്മ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രസവത്തിന് ശേഷം നമ്മുടെ ഉറ്റ ബന്ധുക്കൾ ആചരിക്കുന്ന ഒരു സമ്പ്രദായമാണ്, ഒരു ക്രിയയാണ് വാലായ്മ എന്ന് പറയുന്നത്. വാലായ്മ ഉള്ള ദിവസവും നമ്മുടെ വീട്ടിൽ വിളക്ക് കൊളുത്തണം, സന്ധ്യാവിളക്കുകളൊക്കെ കൊളുത്തണം, ഹരിനാമ കീർത്തനങ്ങൾ ചൊല്ലണം. ഹരിനാമ കീർത്തനങ്ങളെ ചൊല്ലാവൂ. ദേവിയുടെയോ ശിവൻ്റെതോ ഒന്നും ചൊല്ലണ്ടെന്നർത്ഥം. വിഷ്ണുനാമങ്ങൾ ചൊല്ലാം. ഒരു അയിത്തോ ഒരു അശുദ്ധി ഒന്നും തന്നെ ഇല്ല. ഈ അയിത്തം എന്ന് പറയുന്നത് അതൊരു സമ്പ്രദായമാണ്. പിന്നീട് വന്നവരത് വലിയൊരു തൊട്ടുകൂടായ്മയാക്കി മാറ്റുകയാണ് ചെയ്തത്. ഇപ്പം ഞങ്ങളൊക്കെ ക്ഷേത്രത്തിൽ പൂജിക്കുന്ന സമയത്ത് നമ്മുടെ ഭാര്യയോ മക്കളോ ആരും വന്നാലും നമ്മൾ തൊടാൻ പാടില്ല. കാരണം ഈ ശ്രീകോവിൽ എന്ന് പറയുന്ന ഉത്തമ കണക്കിൽ ആ വിശ്വത്തിൽ നിന്നുള്ള ഉത്തമ ആ ചൈതന്യത്തെ ആചാര്യൻ ഒരു രൂപം കൊടുത്ത് ചമച്ച് അതിൻ്റെ ഉള്ളിൽ ആ ശിലയിലേക്ക് ആവാഹിച്ച് ജീവപ്രാണ പ്രതിഷ്ഠാതകളൊക്കെ നടത്തി ഇരിക്കുകയാണ്. അത്രയും പരിഭാവന ശുദ്ധിയാണ് അതിനുള്ളിൽ. അപ്പോൾ അതിനെ ആചരിക്കുന്ന, അതിലേക്ക് ഊർജം കൊടുക്കുന്ന ആ പൂജകൻ അതും പോലെ തന്നെ തുല്യശുദ്ധിയുള്ളവനായിരിക്കണം. അപ്പോഴാണ് ആ ചൈതന്യം മറ്റുള്ളവരിലേക്ക് സ്പ്രെഡായി ആ വരുന്ന ക്ഷേത്രത്തിലേക്ക് അനുഗ്രഹങ്ങൾ വരുള്ളൂ, അവിടെ വരുന്നവർക്ക് അനുഗ്രഹം കിട്ടുള്ളൂ. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ സമ്പ്രദായം. പിന്നീട് വന്നവർ എന്നെ തൊട്ടുകൂടായ ഒന്ന്, ഞാൻ മറ്റേ നമ്പൂതിരിമാരാണ്, ഞാൻ കൈമളാണ്, മറ്റേതാണെന്നൊക്കെ പറഞ്ഞ് വ്യതിയാനങ്ങൾ ഉണ്ടാക്കിയത്രേ. അതാണ് ഇതിൽ സമ്പ്രദായം. അപ്പോൾ നമ്മൾ അയിത്തം എന്ന് പറയുന്നത് ഭഗവാൻ ഉണ്ടാക്കിയതല്ല, അതൊരു ഭാരതത്തിൻ്റെ സംസ്കാരമാണ്. അതൊരു ജാതിയുടെയും അധികാരമല്ല, അതൊരു ഹിന്ദു സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് മാത്രം. ആ മതം അയിത്തം അല്ലാതെ. അത് കഴിഞ്ഞാൽ എല്ലാവരും നമുക്ക് തൊടാം.
പിൻകാലത്ത് വന്നവർ ഞങ്ങളെ ഇത് പൂജ കഴിഞ്ഞാലും ഞങ്ങളെ തൊടാൻ പാടില്ല എന്നാക്കി അവന് സുഖമായിട്ട് റോട്ടിലൂടെ നടക്കാനും വ്യവഹാരം ചെയ്യാനൊക്കെ അവന് സാധിക്കാൻ വേണ്ടി അവനൊരു സൂത്രമെടുത്തതാണത്. അവന് ഹിന്ദു ദൈവങ്ങൾ ബാധ്യസ്ഥരല്ല, അവർ നിരപരാധികളാണ്. ഇന്നിപ്പോൾ അടച്ചു പറയുമ്പോൾ ദേവന്മാരെ അങ്ങോട്ട് അടച്ചു പറയാ. ശ്രീകൃഷ്ണനൊക്കെ പഠിച്ച കാലത്ത് നാനാജാതി മതസ്ഥരുണ്ടായിരുന്നു ഗുരുകുലത്തില്. ഇവിടെ ബ്രാഹ്മണ്യന്മാരുണ്ടാക്കിയ കുറെ സമ്പ്രദായമാണ് ഇതെല്ലാം. എല്ലാ ജാതിയിലും ബ്രാഹ്മണരുണ്ടാവാം. മനസ്സാ വാചാകർമ്മണം മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ ജീവിക്കുന്ന, സച്ചിന്തയോടുകൂടി ജീവിക്കുന്ന, ഈശ്വരനെ അറിയുന്ന ആളാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. അത് പിൻകാലത്ത് അവരുടെ ഒരു ഗോത്രമാക്കി അവർ മാറ്റേണ്ടായി, എത്രയേ ഉള്ളൂ. ഇന്നിപ്പോൾ യഥാർത്ഥത്തിൽ ബ്രാഹ്മണരാരോ നമ്മുടെ രാജ്യത്തുള്ളവർ അല്ല, മുക്കുവരാ. ആ കഥയിലേക്ക് കടന്നാൽ ബ്രാഹ്മണർക്ക് വിഷമം തോന്നും, അതുകൊണ്ട് പറയുന്നില്ല. സകല ബ്രാഹ്മണന്മാരെയും കൊന്നൊടുക്കി പരശുരാമൻ, എന്നിട്ട് മുക്കവർക്ക് വേദം പഠിപ്പിച്ചു എന്ന് പറയണ ആ ഗോത്രമാണ് ഇന്ന് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് അവർ നമ്പൂതിരി എന്ന് പേര് വരാൻ കാരണം. നമ്പ് എന്ന് പറഞ്ഞാൽ പങ്കായം എന്നർത്ഥം. അതുകൊണ്ടാണ് അവർ ആ നമ്പിൻ്റെ മുകളിലിരുന്നിട്ടാണ് പൂജ ചെയ്യണേ. ഈ ആവണിപ്പലക അതിൻ്റെ ചെറിയൊരു സിമ്പലാണ്, ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാൻ പറ്റും. ആ ആവണിപ്പലകയുടെ മുകളിലിരുന്നിട്ടേ നമ്പൂതിരിമാർ പൂജ ചെയ്യാൻ പാടുള്ളൂ എന്നർത്ഥം. ആ സ്മരണാർത്ഥമാണ് ചെയ്യുന്നത്, വന്ന കുലത്തിൻ്റെ സ്മരണാർത്ഥമാണ് ആവണിപ്പലക. അപ്പോൾ ഇവിടെയുള്ളൊരു ബ്രാഹ്മണരാണോ? ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താല്ലേ? മനഃശുദ്ധിയുള്ളവൻ്റെ ഹൃദയത്തിന് കുറുകെ ഇടുന്നതാണ് ഉപനയനച്ചരട്. അത് എല്ലാ ജാതിയിലും ഉണ്ടാവാം, അത് നിങ്ങൾ ആർജിക്കണം. ശ്രീകൃഷ്ണൻ എന്താ ജാതി? താഴ്ന്ന ജാതിക്കാരനാ, ദളിതനാ, പൂണൂലില്ലേ? ഇപ്പൊ പറഞ്ഞു വന്നത് ഓരോ ഗോത്രത്തിലും ബ്രാഹ്മണരുണ്ടാവാം. അത് മിസ്യൂസ് ചെയ്യപ്പെട്ടപ്പോഴാണ് ഹിന്ദുമതത്തിൻ്റെ പതനങ്ങൾ തുടങ്ങാൻ തുടങ്ങിയത്. ഞാൻ കാര്യത്തിലേക്ക് വീണ്ടും കടക്കാം. 6 മാസമാണ് പ്രസവിച്ച സ്ത്രീ ക്ഷേത്ര ദർശനം കടക്കാൻ പാടില്ലാത്തത്. അതായത് പ്രസവിച്ച 6 മാസം കഴിഞ്ഞ് ക്ഷേത്ര ദർശനം ചെയ്യാവൂ. അതിനുള്ളിൽ ക്ഷേത്ര ദർശനം ചെയ്യാൻ പാടില്ല. ക്ഷേത്രത്തിലേക്ക്, ആ 4 അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോലും കടക്കാൻ പാടില്ല എന്ന് പറയണം. ഇനി വാലായ്മയുള്ള ആളുടെ ഉറ്റ ബന്ധുക്കള് 11 ദിവസം കഴിഞ്ഞിട്ട് ക്ഷേത്ര ദർശനം ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയണം. ആ 4 അമ്പലത്തിൻ്റെ ഉള്ളിൽ പോലും കടക്കരുത് എന്ന് പറയണം. അങ്ങനെ ആചരിച്ചാൽ മാത്രമേ ആ സന്താനങ്ങൾക്കും ആ വീടുകൾക്കും ഐശ്വര്യവൃദ്ധി ഉണ്ടാവുള്ളൂ. 6-ാം മാസം ചോറൂണ് നടത്തണം എന്ന് പറയാം. ആ 6-ാം മാസം ചോറൂണ് നടത്തി ക്ഷേത്ര ദർശനം ചെയ്യാം എന്നാണ് പറയണത്. അപ്പോൾ ഇന്ന് വിളക്ക് കൊളുത്ത എല്ലാ വീടുകളിലും ഹരിനാമ കീർത്തനങ്ങൾ പോലെയുള്ള സമയത്ത് ചൊല്ലാം. അതിനൊരു അശുദ്ധിയില്ല. മഹാഗ്രന്ഥങ്ങൾക്ക് അശുദ്ധി ബാധകമല്ല. ഇങ്ങനെ നമ്മുടെ പൂർവികർ ചെയ്തിട്ടുള്ള ആ 16 അടിയന്തരങ്ങൾ ചെയ്ത് അതിൻ്റെ 1 വർഷം കഴിയുമ്പോൾ മഹാസുദർശനം ഗണപതി ഹോമം ചെയ്ത് ആ പിതൃവിനെ വിഷ്ണു സായുജ്യ പൂജ ചെയ്യണം. എങ്കിൽ മാത്രമാണ് പിതൃശുദ്ധി വരുള്ളൂ. അല്ലാതെ എല്ലാം ആവൂട്ടുണ്ടല്ലോ എന്നും പറയുന്നതല്ല. അതിനെ ആവാഹിച്ച് വിഷ്ണു സായുജ്യ പൂജ നടത്തണം. അത് വീട്ടിൽ തന്നെ മഹാസുദർശനം ചെയ്ത് തീർക്കണം. അതൊരു വലിയൊരു പ്രോസസ്സിംഗ് ആണ്. തിലഹവനം, സായുജ്യം, സ്വർഗാരോഹണമൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞത്. ഇവിടെ തന്ത്രിമാരായിക്കോട്ടെ ശാന്തിമാരായിക്കോട്ടെ 10 മണിയാകുമ്പോഴേക്കും പൂജ കഴിഞ്ഞു പോകും. ഒരിക്കലും കഴിയില്ല. തിലഹവനം, സായുജ്യം തന്നെ നല്ല രീതിയിൽ ചെയ്യണം. ഗീതാദൃഷ്ടുപ്പ് അങ്ങനെ ഒരു വിധിയുണ്ട് അതിന്. ആ വിധി പ്രകാരം തന്നെ ചെയ്ത് മാറ്റിയാൽ നിങ്ങൾക്ക് കടങ്ങളൊന്നും ഉണ്ടാവില്ല.
നിങ്ങളുടെ വീടുകളിൽ രോഗങ്ങൾ ഉണ്ടാവില്ല, അപമൃത്യുകൾ നമ്മുടെ വീട്ടിലുണ്ടാവില്ല. ഈ പിതൃശുദ്ധി ഇല്ലെങ്കിൽ ഇതെല്ലാം നമ്മുടെ വീട്ടിലുണ്ടാവും. ഇന്നത്തെ എപ്പിസോഡ് ഇത്തിരി പറഞ്ഞു വന്നപ്പോൾ കൂടിപ്പോയി. എന്തായാലും എൻ്റെ പൂർവികർ, എൻ്റെ ഗുരുക്കന്മാർ, എൻ്റെ ആരാധ്യ ഗുരുനാഥന്മാർ എനിക്ക് തന്ന ഈ അറിവുകൾ, അല്ലെങ്കിൽ സാക്ഷാൽ ഗുരുവായൂരപ്പൻ എനിക്ക് ഇന്ന് ഈ എപ്പിസോഡ് പറയാൻ വേണ്ടി ഊർജം തന്ന ആ ഭഗവാന്റെ ഐശ്വര്യത്തിലും ഞാൻ നന്ദി പറയുന്നു. ഇത്തരം അറിവുകൾ, എൻ്റെ ഗുരുക്കന്മാർ തന്ന അറിവുകൾ നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുന്നുവെങ്കിൽ അടിയൻ്റെ ഈ എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്ത് അവരെ കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യിക്കുക. എല്ലാ വീഡിയോസും നിങ്ങൾ കാണുക, പഠിക്കുക. ഐശ്വര്യവൃദ്ധി നിങ്ങൾക്ക് ഉണ്ടാവുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഇന്നലെ വാവ് പൂജയായിരുന്നു. എല്ലാ സബ്സ്ക്രൈബേഴ്സിൻ്റെയും നാമങ്ങളിലെല്ലാം ഇവിടെ പ്രാർത്ഥിച്ച് അർച്ചനാ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരെയും ഭഗവതി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു എപ്പിസോഡുമായി വരുന്നതുവരെ എല്ലാവർക്കും എൻ്റെ കുടുംബ പരദേവതയായിരിക്കുന്ന മഹാഭദ്രകാളി അമ്മ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു എപ്പിസോഡുമായി വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഹരിയോ നമഃ ശിവായ.